ഷാബു ഇവിടെ നമ്മൾ നേരത്തെ ഈ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഈ മതം കുത്തിക്കയറ്റി മതാന്തത മതവെറി പറയുന്നതിന് നമ്മൾ ജനറലി പറയുന്നത് താലിബാൻ എന്ന് പറയും, താലിബാനിസം എന്ന് പറയും. ഇപ്പോൾ ഇക്കാലത്ത് താലിബാനിസം എന്ന് പറഞ്ഞാൽ ഈ സെൻസർ ബോർഡോ സെൻസർ ചെയ്യുമെന്ന് അറിയില്ല. കാരണം എന്താണ്, താലിബാൻ നമ്മളിപ്പോൾ നല്ല ബന്ധമാണ്. മാത്രമല്ല താലിബാന്റെ സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ, സ്ത്രീ അടിച്ചമർത്തലിനെതിരെയുള്ള UN പ്രമേയത്തിൽ ഇന്ത്യ ഇന്ന് വിട്ടുന്ന ദിവസം കൂടിയാണ്, നമ്മൾ ഒപ്പിടാതെ വിട്ടുന്ന ദിവസം. അപ്പോൾ നമ്മൾ നല്ല ബന്ധമാണ്. അതുകൊണ്ട് ഇനി താലിബാൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഷാവു പ്രസാദ്, ഇവിടെ ഒരു കോടതി മുറിക്കുള്ളിൽ ജാനകി എന്ന പേരുള്ള പെൺകുട്ടിയെ ഒരു ക്രൈസ്തവ നാമധാരിയായ സുരേഷ് ഗോപി 3-4 ചോദ്യങ്ങൾ ചോദിച്ചാൽ ആരുടെ വികാരം പൊട്ടിയൊലിക്കുന്നതിനെ പറ്റിയാണെന്ന് ഈ സെൻസർ ബോർഡ് പറയുന്നത്? ഹാഷ്മി, ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. എൻ്റെ നിലപാട് ഇന്നും ഇങ്ങനെ തന്നെയാണത്. ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ ഒരു നോൺ സെൻസായിട്ടുള്ള സാധനമാണത്. ഈ നാട്ടിൽ ആർക്ക് വേണം, എനിക്കോ ഹാഷ്മിക്കോ ആർക്ക് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതി ഇഷ്ടമുള്ളത് എഴുതി പബ്ലിഷ് ചെയ്യാം. ഒരാൾക്കൊരു നാടകം എഴുതി ആ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാം. ഒരു സെൻസറിങ്ങുമില്ല, ആരുടെ അപ്രൂവലും വേണ്ട, ഒരു മാങ്ങാത്തൊലിയും വേണ്ട. ഈ വന്ന കാലത്ത്, ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ലോകത്തിലെ ഈ ആകാശത്തിന് കീഴിലുള്ള ഏത് കണ്ടൻറ്റും ഒരു വിരൽത്തുമ്പിൽ അവൈലബിൾ ആയിരിക്കുന്ന ഈ കാലത്ത് ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഈ ജാംബവാൻ്റെ കാലത്തെ നിയമം കൊണ്ട് എന്താണ് ഈ അർത്ഥമാക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടുറങ്ങി തിയേറ്റർ നിരങ്ങി ഇതേപോലുള്ള ഷോ കാണിച്ച് നടക്കാനുള്ള ഒരു ഊള ഏർപ്പാട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിനെപ്പറ്റി. ഇനി ഈ സിനിമ ഇതിൻ്റെ കാര്യം, ഇത് ഇക്കാര്യത്തിൽ അതായത് ഈ സാധനം തന്നെ എന്നേക്കുമായിട്ട് പിരിച്ചുവിടേണ്ട ഒരു ഇടേണ്ടതാണ്. ഈ കാര്യത്തിൽ എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോടും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനോടും എനിക്ക് വിമർശനവുമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇത് കാര്യം അത്രമാത്രം നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ, സാമാന്യ ബോധത്തിന് നിരക്കാത്ത രീതിയിലുള്ള വൃത്തികെട്ട ഊളത്തരം എന്നുള്ളതല്ല. ഇതിനെക്കാട്ട് വേറെ ഭാഷയാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അത് നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഏർപ്പാടാണ് ഈ സംഭവം ഉള്ളത്. സിനിമയെ പറ്റിയോ എനിക്ക് ഉള്ള കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ചിലപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും നീരസം തോന്നിയേക്കാം, എന്നാലും അത് പ്രശ്നമൊന്നുള്ള കാര്യമല്ല. എനിക്കെന്തായാലും ഒരിടത്തൊന്നും കോളൊന്നും വരില്ല. എന്താ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതെന്നൊരു കാര്യം എനിക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് തന്നെ. അതായത് സിനിമയെപ്പറ്റി ABCD അടിസ്ഥാന ബോധം പോലും ഇല്ലാത്ത കുറേ ആൾക്കാരാണ് ഈ സെൻസർ ബോർഡിൽ ഉള്ളത്. കുറച്ച് പേരുണ്ട്, എന്നാലും മഹാഭൂരിപക്ഷവും അങ്ങനെയുള്ളവരാണ്. ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഏത് ബേക്കറി കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ഇത് 1951 മറ്റോ സിനിമാറ്റോഗ്രാഫി നിയമമാണിത്. അത് ഇന്നും ഇങ്ങനെ അഭംഗുരം തുടർന്നു പോരുകയാണ്. സത്യത്തിൽ ഈ നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ കീഴിലാണ് ഈ സംഭവം ഉള്ളത്. ഈ ഇൻഫർമേഷൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ആ മിനിസ്റ്റർ ഒരു ശ്രദ്ധയും കൊടുക്കാത്ത, ആ മിനിസ്ട്രി നേരിട്ടൊരു ശ്രദ്ധയും കൊടുക്കാത്ത ഒരു മിനിസ്റ്റർ, നിങ്ങളൊക്കെ അതിൻ്റെ കീഴിൽ വരുന്നവരാണ്. അങ്ങനത്തെ ഒരു ഏർപ്പാടാണ്, പ്രത്യേകിച്ച് ഈ സിനിമ സർട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യത്തിൽ. അതിൻ്റെ അകത്ത് നടക്കുന്നത് ഇതുപോലുള്ള കുറേ ആൾക്കാരുടെ തോന്നിവാസം. അല്ല ഷാബു അങ്ങനെ ഇടപെടണ്ടേ? ഞാൻ പറഞ്ഞത് അതൊരു നിയന്ത്രണം ഉണ്ടാവണ്ടേ, അതിൽ ഇടപെടണ്ടേ? നോക്കൂ, ഇത് ഹൈന്ദവ സമുദായത്തെ ഒന്നാകെ അധിക്ഷേപിക്കുകയല്ലേ ഷാബു? യഥാർത്ഥത്തിൽ നോക്കൂ, ഒരു സിനിമയ്ക്കകത്ത് ഒരു കോടതി മുറിക്കുള്ളിൽ ഒരു പേരിനോട് ഒരു ക്രൈസ്തവ നാമധാരി ആവട്ടെ, മുസ്ലിം നാമധാരി ആവട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു വക്കീലാണ്. ഇപ്പോൾ വക്കീൽ ഇന്ന മതം നോക്കിയല്ലോ എന്താണ് ക്ലയൻസിൻ്റെ കേസ് എടുക്കുന്നത്. ഒരു 4 ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഇവിടെ വികാരം പുരട്ടും, അതാകെ വ്രണപ്പെടും, അത് ക്രമസമാധാന പ്രശ്നമാകും എന്നൊക്കെ എഴുതി വെക്കുന്ന ഈ ബുദ്ധിയോട് ആ തലച്ചോറിനെ നിയന്ത്രിക്കണ്ടേ ശ്രീ ഷാവു പ്രസാദ്? അല്ല, 100% ഞാൻ ഹാഷ്മിയുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. 100%. ഞാൻ പറഞ്ഞ ഈ ഏർപ്പാട് തന്നെ, ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഈ നോൺസെൻസ് തന്നെ എടുത്ത് കടലിൽ കളയുന്ന എന്തെല്ലാം നിയമങ്ങൾ ഈ നാട്ടിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഈ നാട്ടിലെ പ്ലാനിംഗ് ബോർഡ് തന്നെ പിരിച്ചു വിട്ടിട്ടുണ്ട്. അത് മാറ്റിയിട്ട് നീതി ആയോഗ് വന്നിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നതോ അല്ലെങ്കിൽ അടിയന്തരമായി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടോ മോണിറ്റർ ചെയ്തുകൊണ്ടോ ഇരിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അശ്വിനി വൈഷ്ണവിനെ പോലെയൊക്കെയുള്ള ഒരു പ്രൊഫഷണലായ ഉൽപ്പതിഷ്ണുവായിട്ടുള്ള ഒരു മന്ത്രിയാണ് ഈ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. കഴിവുള്ള മന്ത്രിയാണ് അദ്ദേഹം. ഒരു പ്രത്യക്ഷ രാഷ്ട്രീയക്കാരനേ അല്ല.
അദ്ദേഹം IAS-കാരനായിരുന്നു, ഈ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ട് അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്ന് ആ മിനിസ്ട്രി ഏൽപ്പിച്ച് റെയിൽവേ ഒക്കെ നന്നായിട്ട് നടത്തുന്നുമുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധ ഇവിടെ കാര്യം ഇതുവരെ ഇല്ലാതിരുന്നതെങ്കിലും ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലെങ്കിലും അത് ഇവിടുത്തെ കേരളത്തിലെ BJP ആയാലും എല്ലാ രാഷ്ട്രീയക്കാരായാലും മാധ്യമങ്ങളായാലും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങളും മണ്ടത്തരങ്ങളും, അതായത് ഒരു സമുദായത്തിനെ മുഴുവനുമാണ് ഇവിടെ നാണം കെടുത്തുന്നത്. ഈ നാട്ടിൽ ജാനകി എന്നുള്ള പേര്, പട്ടാളം ജാനകി എന്നുള്ള സിനിമ ഇറങ്ങിയ നാടാണെന്ന് ഇത്. പട്ടാളം ജാനകി അതുപോലെയുള്ള ഏതെല്ലാം കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതിനകത്ത് മറ്റൊന്നും പറയാനില്ല ഹാഷ്മി. അത്രമാത്രം എന്താണ് നാണക്കേട് കൊണ്ട് തല കുനിഞ്ഞു പോകുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. ആ നിർമ്മാതാക്കൾക്കും അത് ഇതിന്റെ ആ കലാകാരന്മാർക്കും എല്ലാ പിന്തുണയും കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇപ്പൊ അതിന്റെ സംവിധായകൻ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ടോണിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ ശരീരഭാഷയിൽ നിന്നും അപ്രോച്ചിൽ നിന്നും മനസ്സിലാക്കുക അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെ കിട്ടിയാലും അദ്ദേഹം സിനിമയിൽ നിൽക്കുന്ന ആഗ്രഹം ആളെന്നുള്ള നിലയ്ക്ക് ഈ സെൻസർ ബോർഡ് ഒരു ഡെമോക്രസിന്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്യാതെ അനന്തമായിട്ട് കോൾഡ് സ്റ്റോറേജ് വെച്ചാൽ ആ സിനിമ തീർന്നു, ആ സിനിമ ബാൻഡായെന്ന അർത്ഥം. അതിന് ബാൻഡെന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ശ്രീ പ്രവീൺ നാരായണൻ ഇവിടെ വേറൊരു കാര്യമുണ്ട്. അതാണ് പ്രശ്നം. അതിന്റെ മുകളിലോട്ട് കോടതിയിലോട്ട് പോകണം. കോടതിയിലോട്ട് എത്ര പൈസ ഉണ്ട്? നേരത്തെ ഒരു FCAT അല്ലെ ഷാപ്രസാദ് ഈ സിനിമയ്ക്ക് ഈ സംവിധാനത്തിനുള്ള FCAT എന്ന് പറയുന്ന ഒരു ട്രിബ്യൂണൽ സംവിധാനം ഉണ്ടായിരുന്നു. പാവങ്ങളായ സിനിമകൾ അതിലോട്ട് പോകായിരുന്നു. മോഡി സർക്കാർ എടുത്ത് തൊട്ടിക്കളഞ്ഞു FCAT സംവിധാനത്തെ. ഹാഷ്മി എന്നോടാണോ? അതെ, ഹലോ, അതെ അതെ. ഏറ്റവും രസകരമായ ഒരു വസ്തുത, ഈ സിനിമയുടെ ഇതേ പേരിലുള്ള ഈ സിനിമയുടെ ടീസർ അതിന്റെ ട്രെയിലറൊക്കെ ഇതേ സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്തതാണ്. അതാണ് അതിൻ്റെ അകത്തെ രസകരമായ മറ്റൊരു വസ്തുത. അതേപോലെ ഇതിന്റെ കാലങ്ങളായി ഇതിന്റെ പ്രൊമോഷൻ നടക്കുന്നതാണ്. ഇതെല്ലാം ഈ വൃത്തികെട്ടവന്മാർ കാണുന്നതാണ്. അവരുടെ അവസാനം കോടതി പോയി തോറ്റു എന്നുള്ള ഞാൻ പറഞ്ഞ ആ സമയത്തൊന്നും നമ്മുടെ ഈ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ പേര് അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡൊണോവാൾഡ് എന്നറിഞ്ഞില്ലല്ലോ ആ സാറന്മാർ. അതിന്റെ പ്രശ്നം ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ